ടുഡേ വി ആർ ഡീലിംഗ് വിത്ത് കോട്ടേൽസ് ഇൻ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ എങ്ങനെയാണ് കോട്ടേൽസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയണത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പറഞ്ഞിരുന്നത് കോട്ടേൽസ്, ഡീസിയൽസ് ആൻഡ് പെർസെൻറ്റേജ് ഇൻ ഇൻഡിവിജ്വൽ സീരീസ്, അതേപോലെ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. അതിൻ്റെ കൺസെപ്റ്റൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്, ഇക്വേഷനൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് കാണുന്നത് എന്നുള്ളതൊരു പ്രോബ്ലം ഉപയോഗിച്ചിട്ട് പറയാം. ഓക്കെ, കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ വരുന്ന ഫസ്റ്റ് കേസ് നോക്കാം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് കോട്ടേൽസ് ഫോർ ദി ഫോളോയിങ് ഡാറ്റ. നമുക്ക് ഡാറ്റ തന്നിട്ടുണ്ട്, അതിൽ നിന്ന് കോട്ടേൽസ് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ Q1, Q2, Q3 കാണണം. ഇപ്പോൾ ക്ലാസ് തന്നിട്ടുണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി തന്നിട്ടുണ്ട് അല്ലേ. ക്ലാസ് 30, 35, 35, 40, 40, 45 തുടങ്ങിയിട്ട് 60, 65 വരെയാണ് തന്നിട്ടുള്ളത്. അതിന് കറസ്പോണ്ടിങ് ഫ്രീക്വൻസി കൊടുത്തിട്ടുണ്ട് 10, 16, 18, 27, 18, 8, 3. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടിയത് നമ്മൾ നോക്കേണ്ടത് ക്ലാസ് ആണ് കേട്ടോ. അപ്പോൾ ക്ലാസ്സിൽ നോക്കുക, ക്ലാസ് ഏതാണ്? എക്സ്ക്ലൂസീവ് മെത്തേഡാണ്, അതായത് ആക്ച്വൽ ക്ലാസ്സാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇവിടെ ലിമിറ്റുകൾ തമ്മിൽ ബ്രേക്ക് ഇല്ല. അതായത് ഫസ്റ്റ് ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റാണ് നെക്സ്റ്റ് ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റായിട്ട് വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് ബ്രേക്ക് വരുന്ന വർക്കിംഗ് ക്ലാസ് തരും. വർക്കിംഗ് ക്ലാസ് തന്നാൽ അത് ആക്ച്വൽ ക്ലാസ് ആക്കി മാറ്റണം. ഇവിടെ ആ ഒരു പ്രശ്നമില്ല, ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്? ആക്ച്വൽ ക്ലാസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് അത് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ക്ലാസ് എന്നുള്ള രൂപത്തിൽ എഴുതാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ടേബിൾ ഉണ്ടാക്കുകയാണ്. ടേബിളിൽ ഫസ്റ്റ് കോളത്തിൽ ക്ലാസ്സും സെക്കൻഡ് കോളത്തിൽ ഫ്രീക്വൻസിയും നെക്സ്റ്റ് കോളത്തിൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയും കൊടുക്കുക. അതായത് ഇത് ചെയ്യുന്നത് ഏതുപോലെയാണ്? കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ മീഡിയൻ കണ്ടതുപോലെ തന്നെ. ഓക്കെ, അപ്പോൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രീക്വൻസി ഇങ്ങനെ ആഡ് ചെയ്ത് പോവുക അല്ലേ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ 10 എഴുതി. 10 + 16 26, 26 + 18 44, 44 + 27 71, 71 + 18 89, 89 + 8 97, 97 + 3 100. ഓക്കെ, അപ്പോൾ നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ് എങ്ങനെയാണ് കണ്ടിട്ടുള്ളത്? ഫസ്റ്റ് നമ്മൾ 10 എഴുതും. ഈ 10ലേക്ക് നെക്സ്റ്റ് വരുന്ന സംഖ്യ ഫ്രീക്വൻസി കൂട്ടും. 16 കൂട്ടുമ്പോൾ 26, 26ലേക്ക് 18 കൂട്ടുമ്പോൾ 44, 44ലേക്ക് 27 കൂട്ടുമ്പോൾ 71, ദെൻ 71ലേക്ക് 18 കൂട്ടുമ്പോൾ 89, ദെൻ 89 + 8 97, 97 + 3 100. ഓക്കെ, അപ്പോൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ ലാസ്റ്റ് വരുന്ന സംഖ്യ ഇത്, അതാണെന്ത്? ടോട്ടൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അതായത് ക്യാപിറ്റൽ ലെറ്റർ N എത്രയാണ്? 100 ആണ്. ടോട്ടൽ ഫ്രീക്വൻസി 100 ആണ് നമുക്ക് കിട്ടി. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമുക്ക് Q1 കാണണം, Q2 കാണണം, Q3 കാണണം. അപ്പോൾ നമ്മൾ Q1ൻ്റെ ഇക്വേഷനും Q2യുടെ ഇക്വേഷനും Q3യുടെ ഇക്വേഷനൊക്കെ നമ്മൾ പറഞ്ഞതാണ്, കൺസെപ്റ്റിലെ വീഡിയോസിൽ നമ്മൾ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ കാണുന്നത് Q1 ആണ് കേട്ടോ. അപ്പോൾ Q1ൻ്റെ ഇക്വേഷൻ L1 + n/4 - m × c / f. ഓക്കെ, അപ്പോൾ ഇവിടെ n എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ ഫ്രീക്വൻസി. m എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ്. ഏതിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ്? നമ്മളെടുക്കുന്ന Q1 ക്ലാസ് ഇൻക്ലൂഡ് ചെയ്യുന്ന Q1 ക്ലാസ്സില്ലേ, ആ ക്ലാസ്സിൻ്റെ ജസ്റ്റ് പ്രിസീഡിങ് ക്ലാസ്സിൽ വരുന്ന ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ് m കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഫ്രീക്വൻസി ഇവിടെ f എന്ന് കൊടുത്തിട്ടുണ്ട്, അത് Q1 ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി. ഓക്കെ, അപ്പോൾ Q1ൻ്റെ ഇക്വേഷൻ ആദ്യം ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് Q1 ക്ലാസ് കാണണം. Q1 ക്ലാസ് ഏതാണ് എന്നുള്ളത് നമുക്ക് കാണണം. അതറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷനാണ് n/4 എന്നുള്ളത് കേട്ടോ. അപ്പോൾ n/4 എന്ന് പറഞ്ഞാൽ എന്താണ്? n എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫ്രീക്വൻസി. ടോട്ടൽ ഫ്രീക്വൻസി /4 ചെയ്താൽ നമുക്ക് ഒരു ആൻസർ കിട്ടും, 25. അപ്പോൾ നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതാണ്. നമ്മൾ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ പറഞ്ഞിരുന്നത് n + 1/4 ആയിരുന്നു. ഇവിടെ എന്താണ്? n/4. ഇവിടെ +1 ഇല്ല, n/4 ആണ് കേട്ടോ. അപ്പോൾ 100/4 ചെയ്യുമ്പോൾ 25 എന്ന് കിട്ടും. ഇനി എങ്ങനെയാണ് ഈ 25ൽ നിന്ന് Q1 ക്ലാസ് കാണുന്നത്? 25 ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വരുന്നത് ഏത് ക്ലാസ്സാണ് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ടേബിൾ എടുക്കുക. ടേബിളിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് 25 അല്ലേ. 25. ഈ 25 ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഏതാണ്? 26. അതായത് 25 26ന് താഴെയല്ലേ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ 26 നമ്മളെടുക്കും. ഈ 26ന് നേരെ ഇപ്പുറത്ത് വരുന്ന ക്ലാസ് 35 40 എന്നുള്ളതാണ്. അപ്പോൾ 35 40 നമ്മൾ Q1 ക്ലാസ് ആക്കിയിട്ട് എടുക്കും. ഓക്കെ,
അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. n/4 ഈസ് ഈക്വൽ ടു 100/4 ഈസ് ഈക്വൽ ടു 25 എന്ന് കിട്ടി. 25 ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് കുമുലേറ്റീവ് ഫ്രീക്വൻസിക്ക് നേരെ വരുന്ന ക്ലാസ്സാണ് Q1 ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ Q1 ക്ലാസ് ഈസ് 3540. അപ്പോൾ Q1 ക്ലാസ് നമുക്ക് കിട്ടി 3540. ഇനി നമ്മുടെ ഇക്വേഷനിൽ നമുക്ക് ആവശ്യമുള്ളത് L1 ആണ് അല്ലേ, L1. അപ്പോൾ L1 എന്ന് പറഞ്ഞാൽ ലോവർ ലിമിറ്റ് ഓഫ് ദി Q1 ക്ലാസ്. ഇവിടെ ലോവർ ലിമിറ്റ് വരുന്നത് 35 അല്ലേ, അപ്പോൾ L1 ഈസ് ഈക്വൽ ടു 35. ഇനി നമുക്ക് കാണേണ്ടത് M ആണ്. M എന്ന് പറഞ്ഞാൽ എന്താണ്? കുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ്. ഏതിൻ്റെ കുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ്? Q1 ക്ലാസ് ഉണ്ടല്ലോ ഈ 3540, അതിന് മുകളിൽ വരുന്ന, അതിന് തൊട്ട് മുകളിൽ വരുന്ന ക്ലാസ്സിൻ്റെ കുമുലേറ്റീവ് ഫ്രീക്വൻസി. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ 3540 ആണ് Q1 ക്ലാസ് ആക്കിയിട്ടെടുത്തെങ്കിൽ ഇതിൻ്റെ തൊട്ട് മുകളിൽ വരുന്ന ക്ലാസ് 35ൻ്റെ കുമുലേറ്റീവ് ഫ്രീക്വൻസി, അതാണ് 10 എന്ന് പറയുന്നത്. അപ്പോൾ M ഈസ് ഈക്വൽ ടു 10. ദെൻ സി എന്നുണ്ടല്ലോ, സി എന്ന് പറഞ്ഞാൽ എന്താ? ക്ലാസ് ഇൻ്റർവൽ, അതായത് 35 - 30 തമ്മിലുള്ള ഡിഫറൻസ് 5 ആണ്. ഓക്കെ, അപ്പോൾ സി ഈസ് ഈക്വൽ ടു 5 എന്ന് കിട്ടി. ദെൻ എഫ് കൂടെ നമുക്ക് നമ്മുടെ ഇക്വേഷനിൽ ആവശ്യമുണ്ട്. എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രീക്വൻസിയാണ്, ഫ്രീക്വൻസി ഓഫ് ദി Q1 ക്ലാസ്. അപ്പോൾ 16. അപ്പോൾ കൺഫ്യൂഷൻ ആയി പോകരുത്. M എന്ന് പറഞ്ഞത് എന്താണ്? കുമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ദി Q1 ക്ലാസ്സിൻ്റെ ജസ്റ്റ് പ്രിസീഡിങ്ങിൽ വരുന്ന, മുന്നിൽ വരുന്ന ക്ലാസ്സിൻ്റെ കുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ്. ദെൻ F ഈസ് ഈക്വൽ ടു ഫ്രീക്വൻസി ഓഫ് ദി Q1 ക്ലാസ്. നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂസൊക്കെ എന്ത് ചെയ്യുക? അവിടെ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് n/4 കിട്ടിയിട്ടുണ്ട് 25 ആണ്. അതേപോലെ L1 35. അപ്പോൾ 35 L1 അല്ലേ, L1ന് പകരം 35 എന്ന് കൊടുക്കും. 35 പ്ലസ് n/4 കിട്ടിയിട്ടുള്ളത് 25 ആണ്. അപ്പോൾ 25 മൈനസ് M എന്നുള്ളത് 10 ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 25 - 10 അല്ലെ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, C കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അത് C എത്ര കിട്ടിയിട്ടുള്ളത്? 5. അപ്പോൾ 5 ഇട്ട് കൊടുത്തു. ഓക്കെ, അപ്പോൾ 35 പ്ലസ് 25 മൈനസ് 10 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസി ഓഫ് ദി Q1 ക്ലാസ്, അതായത് 16. അപ്പോൾ നമ്മുടെ ഇക്വേഷനിൽ നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂസൊക്കെ എന്ത് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ വരുന്നത് 35 പ്ലസ് 25 മൈനസ് 10 15 എന്ന് വരും. 15 ഇൻറ്റു ഈ 5, 15 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 16 എന്താണ്? ഫ്രീക്വൻസി 16 ചെയ്യാം. ഓക്കെ, അപ്പോൾ 35 പ്ലസ് 15 ഇൻറ്റു 5 75 ഡിവൈഡഡ് ബൈ 16 എന്ന് കിട്ടും. എന്നിട്ട് ചെയ്യേണ്ടത് 75/16 നമ്മൾ ചെയ്ത് നോക്കുക. 75 ഡിവൈഡ് ബൈ 16 ചെയ്താൽ ആൻസർ വരുന്നത് 4.68. അപ്പോൾ ഇങ്ങനെ വരുന്ന ഈ ഒരു ഭിന്നസംഖ്യ ആദ്യം ചെയ്ത് നോക്കുക, എന്നിട്ട് ആൻസർ കിട്ടുമല്ലോ. ആ ആൻസറിനോട് ഈ പറയുന്ന 35 അല്ലെങ്കിൽ L1 ആഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ 35 പ്ലസ് 4.68 ഈസ് ഈക്വൽ ടു 39.68 എന്ന ആൻസർ വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് Q1 കിട്ടുന്നത്. അപ്പോൾ Q1 വാല്യൂ എത്രയാണ്? 39.68. നെക്സ്റ്റ് കാണേണ്ടത് Q2, അതായത് മീഡിയൻ. അപ്പോൾ മീഡിയനൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഇപ്പോൾ Q2 ഈസ് ഈക്വൽ ടു L2 പ്ലസ് n/2 മൈനസ് M ഇൻറ്റു C ഡിവൈഡഡ് ബൈ F. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ ഇതാണ്. Q2ൻ്റെ ഇക്വേഷൻ L2 പ്ലസ് n/2 മൈനസ് M/F ഇൻറ്റു C. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് മീഡിയൻ ക്ലാസ് ഏതാണെന്ന് കാണണം, അല്ലെങ്കിൽ Q2 ക്ലാസ് ഏതാണെന്ന് കാണണം. അത് കാണാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? n/2 ചെയ്ത് നോക്കാം. നേരത്തെ നമ്മൾ ചെയ്തിരുന്നത് Q1 ക്ലാസ് കാണാൻ വേണ്ടിയിട്ട് ചെയ്തിരുന്നത് n/4 ആയിരുന്നു. ഇവിടെ n/2 ചെയ്ത് നോക്കുക. n/2 ചെയ്യുമ്പോൾ 100/2 ഈസ് ഈക്വൽ ടു 50. അപ്പോൾ എങ്ങനെയാണ് അതിൽ നിന്ന് നമ്മൾ Q2 ക്ലാസ് കാണുന്നത് അല്ലെങ്കിൽ മീഡിയൻ ക്ലാസ് കാണുന്നത്? 50 ഇൻക്ലൂഡ് ചെയ്യുന്ന ഫസ്റ്റ് കുമുലേറ്റീവ് ഫ്രീക്വൻസി വരുന്ന ക്ലാസ് ഏതാണോ അത് നോക്കുക. അപ്പോൾ 50 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ 50 ഇൻക്ലൂഡ് ചെയ്യുന്ന ഫസ്റ്റ് കുമുലേറ്റീവ് ഫ്രീക്വൻസി. ഓക്കെ, അപ്പോൾ വീണ്ടും നമ്മൾ ടേബിളിലേക്ക് വരിക. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ 50 ഇൻക്ലൂഡ് ചെയ്യാൻ കഴിയുന്ന ഫസ്റ്റ് കുമുലേറ്റീവ് ഫ്രീക്വൻസി പറഞ്ഞാൽ 71 അല്ലേ. 71ന് താഴെയാണ് നമുക്ക് 50 കിട്ടുന്നത് അല്ലേ. അപ്പോൾ 71ന് നേരെ വരുന്ന ക്ലാസ് ഏതാണ്? 45, 50. അപ്പോൾ ഇതാണ് നമുക്ക് മീഡിയൻ ക്ലാസ് ആക്കിയിട്ട് എടുക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ Q2ന് ക്ലാസ് ആക്കിയിട്ട് എടുക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ എന്താ നോക്കേണ്ടത്? n/2 ചെയ്യുക. അപ്പോൾ 100/2 ഈസ് ഈക്വൽ ടു 50 കിട്ടി. 50 ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് കുമുലേറ്റീവ് ഫ്രീക്വൻസിക്ക് നേരെ വരുന്ന ക്ലാസ്സാണ് Q2 ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 50 ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് 71ലാണ്. അപ്പോൾ 71ന് നേരെ വരുന്ന ക്ലാസ് 45, 50. അപ്പോൾ 45, 50 ആണ് എന്ത്? Q2 ക്ലാസ് എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പോൾ വീണ്ടും നമ്മൾ പ്രോബ്ലത്തിലേക്ക് വരുമ്പോൾ Q2 class is 4550 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ദെൻ L2 അതായത് ലോവർ ലിമിറ്റാണ്, ലോവർ ലിമിറ്റ് ഓഫ് Q2 ക്ലാസ് 45. ദെൻ M ഈസ് ഈക്വൽ ടു 44 എന്ന് കിട്ടിയിട്ടുണ്ട്. അതായത് എന്താണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 44 ആണെന്ന്. അപ്പോൾ നമ്മൾ Q2 ക്ലാസ് 4550 ആയിരുന്നു. അപ്പോൾ 4550 ഈ 4550 എന്ന Q2 ക്ലാസ്സിന് തൊട്ട് മുകളിൽ വരുന്ന ക്ലാസ്സിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ് 44. അതാണ് എം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. ദെൻ ക്ലാസ് ഇൻ്റർവെൽ സി ആണ്, സി ഈസ് ഈക്വൽ ടു 5. ദെൻ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 27. അതായത് Q2 ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി 27. അപ്പോൾ നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളതൊക്കെ കിട്ടി അല്ലേ. n/2 ഈസ് ഈക്വൽ ടു 100/2 ചെയ്തപ്പോൾ 50 കിട്ടി. 50 നമുക്ക് കിട്ടിയപ്പോൾ 50 ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഉൾക്കൊള്ളുന്ന ക്ലാസ് എടുത്തു. അതാണ് Q2 ക്ലാസ്. Q2 ക്ലാസ് കിട്ടിയുള്ളത് 4550. അപ്പോൾ ഇതിൻ്റെ ലോവർ ലിമിറ്റാണ് 45 അല്ലേ. പിന്നെ എം എന്ന് പറഞ്ഞാൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ്. ഏതിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി? Q2 ക്ലാസ്സിൻ്റെ മുകളിൽ വരുന്ന ക്ലാസ്സിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 44 ആണ് കിട്ടിയിട്ടുണ്ട്. ക്ലാസ് ഇൻ്റർവെൽ 5 ആണ്. ഫ്രീക്വൻസി ഓഫ് ദ Q2 ക്ലാസ് ഈസ് 27. കിട്ടിയിട്ടുള്ള വാല്യൂസ് നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വരുന്നത് L2ന് പകരം 45 ആണ് കിട്ടുള്ളത്. അപ്പോൾ 45 പ്ലസ് പിന്നെ n/2 എന്ന് പറഞ്ഞാൽ 50 അല്ലേ. അപ്പോൾ 50 മൈനസ് എം എന്ന് കിട്ടിയിട്ടുള്ളത് 44 സി ഇൻറ്റു സി എന്നുണ്ട് അല്ലേ. ഇൻറ്റു സി എന്ന് പറഞ്ഞാൽ 5 ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസി 27 എന്ന് കിട്ടും. അപ്പോൾ ഇനി ഇത് ചെയ്ത് നോക്കുക. അപ്പോൾ 45 പ്ലസ് 50 മൈനസ് 44 6 അല്ലേ. 50 മൈനസ് 44 ചെയ്താൽ 6 എന്ന് കിട്ടും. 6 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 27. ഓക്കെ. അപ്പോൾ 6 ഇൻറ്റു 5 ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 30 കിട്ടും. 30 ഡിവൈഡഡ് ബൈ 27 എന്നുള്ളത് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ തന്നെ ഒന്ന് വെട്ടി നോക്കാം അല്ലേ. അപ്പോൾ ഇവിടെ വരുന്നത് 10/9 എന്നാവും. അപ്പോൾ 45 പ്ലസ് 10/9 അങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 45 പ്ലസ് 10/9 വന്നു. ഈ 10/9 ആദ്യം ചെയ്ത് നോക്കുക. അപ്പോൾ ആൻസർ വരുന്നത് 1.11. ഈ 1.11നോട് കൂടെ 45 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ വരുന്നത് 46.11. അപ്പോൾ Q2 അല്ലെങ്കിൽ മീഡിയൻ എത്രയാണ്? 46.11. ഓക്കെ. അപ്പോൾ നമ്മൾ Q1 കണ്ടു, Q2 കണ്ടു. നെക്സ്റ്റ് കാണേണ്ടത് Q3 ആണ്, തേർഡ് ക്വാർട്ടൈൽ. അപ്പോൾ തേർഡ് ക്വാർട്ടൈലിൻ്റെ ഇക്വേഷന് L3 പ്ലസ് 3n/4 മൈനസ് എം ഇൻറ്റു സി ഡിവൈഡ് ബൈ എഫ്. അപ്പോൾ എവിടെയാണ് അത് മാറുന്നത്? 3n/4 ഇവിടെ n/2. അതിന് മുകളിൽ Q1 ചെയ്തപ്പോൾ n/4. അപ്പോൾ Q1 n/4 ചെയ്യാം. Q2 n/2 ആണ്. Q3 3n/4 ആണ്. ഓക്കെ. അപ്പോൾ ഇക്വേഷൻ ഓർത്ത് വെക്കുക. L3 പ്ലസ് 3n/4 മൈനസ് എം ഇൻറ്റു സി ഡിവൈഡ് ബൈ എഫ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാണേണ്ടത് 3n/4 ആണ്. 3n/4 ചെയ്ത് നോക്കുക. 3n/4 അല്ലേ. n എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫ്രീക്വൻസി. അപ്പോൾ 3 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ 300 ഡിവൈഡഡ് ബൈ 4 ഈസ് ഈക്വൽ ടു 75 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമുക്ക് Q3 ക്ലാസ് കാണണം, അതായത് തേർഡ് ക്വാർട്ടൈലിൻ്റെ ക്ലാസ് കാണണം. അപ്പോൾ 75 ഇൻക്ലൂഡ് ചെയ്യുന്ന ഫസ്റ്റ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഏതാണോ എന്നുള്ളത് നോക്കുക. അപ്പോൾ 75 അല്ലേ. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ ടേബിളിലേക്ക് വരാം. 75 ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഇതാണ്, 89 ആണ് അല്ലേ. അപ്പോൾ 89 നേരെ വരുന്ന ക്ലാസ് 50-55. അപ്പോൾ 50-55 ആണ് എന്ത് വരുന്നത്? Q3 ക്ലാസ് ആയിട്ട് വരിക. ഓക്കെ, മനസ്സിലായില്ലേ? നമുക്ക് 3n/4 ചെയ്തിട്ട് കിട്ടുന്നത് 75 ആണ് ആൻസർ. അപ്പോൾ 75 ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഉൾക്കൊള്ളുന്ന ക്ലാസ് ഏതാണോ നോക്കുക. ആ ക്ലാസ്സാണ് Q3 ക്ലാസ് കേട്ടോ. അപ്പോൾ ഇവിടെ കിട്ടിയിട്ടുള്ളത് 50-55. അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. Q3 ക്ലാസ് ഈസ് 50-55. ദെൻ L3 ലോവർ ലിമിറ്റ് ഓഫ് ദി Q3 ക്ലാസ് എത്രയാണ്? 50. M ഈസ് ഈക്വൽ ടു 71. അതായത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 71 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്ന Q3 ക്ലാസ് 50-55 ആയിരുന്നു. അതിന് തൊട്ട് മുകളിൽ വരുന്ന ക്ലാസ്സിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. M ഈസ് ഈക്വൽ ടു 71. ഇവിടെ 71 അല്ലേ. ദെൻ ക്ലാസ് ഇൻ്റർവെൽ 5 ആണ്. ഫ്രീക്വൻസി ഏതാണ്? 18. അതായത് നമ്മുടെ Q3 ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി. അപ്പോൾ നമുക്ക് കുറേ വാല്യൂസ് കിട്ടിയല്ലോ. അതായത് ഈ പറഞ്ഞ വാല്യൂസൊക്കെ കിട്ടി. അപ്പോൾ C ഈസ് ഈക്വൽ ടു 5, F ഈസ് ഈക്വൽ ടു 18 എന്നുള്ളതൊക്കെ കിട്ടി. അപ്പോൾ നമുക്ക് ഈ വാല്യൂസൊക്കെ എന്താ ചെയ്യണം? നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വരുന്നത് L3ക്ക് പകരം 50. 50 പ്ലസ്
ദെൻ 3n/4 കിട്ടിയിട്ടുള്ളത് 75 മൈനസ് പിന്നെ എം കുമുലേറ്റീവ് ഫ്രീക്വൻസി 71 ആണ് കിട്ടിയിട്ടുണ്ട് ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 18 വന്നിട്ടുള്ളത് ഫ്രീക്വൻസി ആണ് കേട്ടോ. അപ്പോൾ ഇത് ചെയ്ത് നോക്കുമ്പോൾ 50 പ്ലസ് 75 മൈനസ് 71 4 ഇൻറ്റു 5 ഈ 5 ആണ് ഇൻറ്റു 5 ഡിവൈഡ് ബൈ 18. അപ്പോൾ 50 പ്ലസ് ഈ 50 പ്ലസ് 4 ഇൻറ്റു 5 20 ഡിവൈഡ് ബൈ 18 എന്ന് വരും. അപ്പോൾ ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 10/9 എന്ന് കിട്ടും. 50 പ്ലസ് 10/9 ഈസ് ഈക്വൽ ടു 50 പ്ലസ് 1.11, അതായത് 10/9 ചെയ്യുമ്പോൾ 1.11 ഈസ് ഈക്വൽ ടു 51.11 എന്നുള്ളത് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ Q1 കണ്ടു, Q2 കണ്ടു, Q3 കണ്ടു. അപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷന് തന്നാൽ എങ്ങനെയാണ് നമ്മൾ ക്വാർട്ടൈൽസ് കാണുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് Q1 കിട്ടിയിട്ടുള്ളത് 39.68, ദെൻ Q2 കിട്ടിയിട്ടുള്ളത് 46.11, Q3 കിട്ടിയിട്ടുള്ളത് 51.11. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ എങ്ങനെയാണ് ക്വാർട്ടൈൽസ് കാണുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ദാറ്റ്സ് ഓൾ. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ക്വാർട്ടൈൽസും ഡീസൈൽസും പെർസെൻറ്റേജസും ഒരു കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് പറയാം കേട്ടോ.